ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ. ഈ 14-ാമത്തെ അധ്യായത്തിൽ മിത്രാവരന്മാർ അപത്യകഥയാണ് പറയുന്നത്. ബ്രഹ്മപുത്രന് മൈത്രാവരൻ എന്ന പേരെങ്ങനെയാണ് ലഭിച്ചത്? കർമ്മം കൊണ്ടോ ഗുണം കൊണ്ടോ ഉണ്ടായതാണോ? ആഖ്യാനം വിസ്തരിച്ച് പറഞ്ഞാലും മഹർഷിയെന്ന് നമ്മുടെ ജനമേജയ മഹാരാജാവ് ചോദിക്കണം. ആ ചോദ്യം കേട്ട് വ്യാസമഹർഷി പറയുകയാണ്, രാജൻ, വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ പുത്രൻ തന്നെയാണ്. നിമിയുടെ ശാപം കൊണ്ട് ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് മിത്രാവരന്മാരുടെ പുത്രനായി ജനിച്ചു. അതുകൊണ്ടാണ് ആ പേര് സിദ്ധിച്ചത് എന്ന് പറഞ്ഞു. ധർമാത്മാവായ വിദ്രുപുത്രന് നിമിരാജാവിന്റെ ശാപം ഏറ്റു എന്നത് അത്ഭുതം തന്നെ. ധർമ്മജ്ഞ, ആ ശാപത്തിന്റെ മൂലകാരണം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് ത്രിഗുണങ്ങളെ പറ്റി പറഞ്ഞു തന്നുവല്ലോ. ഈ സംസാരം ത്രിഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തപസ് ചെയ്യുന്ന മുനിമാരായാലും ശരി, രാജ്യം ഭരിക്കുന്ന നൃപന്മാരായാലും ശരി, രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ത്രിഗുണങ്ങളുടെ കൂടിക്കലരൽ ഉണ്ടാകുന്നു. അതിന് മുനിമാർ തപസ് ചെയ്താലും രാജാക്കന്മാർ ധർമ്മം അനുഷ്ഠിച്ചാലും ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് ധർമ്മം ആരിലും മുഴുവനുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. എല്ലാവരും കാമക്രോധങ്ങൾക്ക് അടിമയ തന്നെയാണ് എന്ന് പറഞ്ഞു. സാത്വിക ഗുണം മാത്രമുള്ള മുനിമാരെയും ഈ ലോകത്തിൽ കാണുന്നില്ല. രാജാക്കന്മാർ രജോ ഗുണങ്ങൾ പുലർത്തിക്കൊണ്ടാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. നിമി മഹാരാജാവ് മുനിയെയും ശപിച്ചു. താപസനായ വസിഷ്ഠൻ രാജാവിനെയും ശപിച്ചു. ശാപത്തിന്റെ ഫലമായുള്ള ദുഃഖം പ്രാരബ്ധത്തിന്റെ ശക്തി കൊണ്ട് രണ്ടാൾക്കും അനുഭവിക്കേണ്ടി വന്നു. യജ്ഞം ചെയ്യുമ്പോൾ ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും വേണമെന്ന് പറഞ്ഞുവല്ലോ. അതിലും മീതയായി ചിത്തശുദ്ധിയാണ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഒരു ശുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. ത്രിഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സംസാരത്തിൽ ചിത്തശുദ്ധിയുള്ളവർ തുലവും കുറവാണ് താനും. ആ പരാശക്തിയുടെ ഇച്ഛ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. ആ ദേവിയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഒരാൾ പെട്ടെന്ന് മുക്തനായി തീരും. ത്രിമൂർത്തികൾ മഹാത്മാക്കളാണെങ്കിലും മുക്തരല്ല. മൂഢന്മാരാണെങ്കിലും സത്യനിഷ്ഠന്മാർ മുക്തനായി വരികയും ചെയ്യും. ഈ 3 ലോകത്തിൽ ദേവിയുടെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? എന്നാലും ആ ദേവി ഭക്തന്മാരിൽ കാരുണ്യമുള്ളവർ തന്നെയാണ്. മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കിക്കളയുവാൻ ദേവീഭക്തി കൂടിയേ കഴിയും. എന്നാൽ ആ ഭക്തി രാഗദ്വേഷങ്ങൾ കൂടി കലരാത്തതായിരിക്കുകയും വേണം. അത് വേണം. അപ്പുറത്തെ വീട്ടിലൊക്കെ അയാളെ കണ്ണോട്ട് പോകാനും പറഞ്ഞിട്ടില്ല ഭക്തി ഉണ്ടല്ലോ. എല്ലാം ഇതില് സമ്പാദ്യമുള്ള ആളെ നശിച്ചു പോട്ടെ, അതിന് വേണ്ടിയിട്ട് അമ്മ അനുഗ്രഹിക്കണം എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അത് അങ്ങനെയുള്ള ഭക്തി വേണ്ട. ഇക്ഷ്വാകു രാജാവിന്റെ പുത്രന്മാരിൽ 12-ാമനാണ് നിമി. ആ നിമി മഹാരാജാവ് വളരെയധികം ധർമ്മജ്ഞനായിരുന്നു. ധർമ്മജ്ഞൻ മാത്രമല്ല, അദ്ദേഹം ഗുണസമ്പന്നനായിരുന്നു, ബുദ്ധിമാനായിരുന്നു. ശ്രേഷ്ഠനായ നിമി രാജാവ് പ്രജാക്ഷേമ തൽപരനായിരുന്നു. അദ്ദേഹം ഗൗതമ മഹർഷിയുടെ ആശ്രമോപാന്തത്തിൽ മുനിയുടെ ഇച്ഛാനുസരണം ജയന്തപുരം എന്ന പേരായ ഒരു അഗ്രഹാരത്തെ പണിയിച്ചു. ആര്? നിമി മഹാരാജാവ്. അദ്ദേഹം അവിടെ വെച്ചൊരു വലിയ മഹായജ്ഞം നടത്തുവാൻ ആഗ്രഹിച്ചു. ആ ഇച്ഛക്ക് മുൻതൂക്കമെന്നത് രാജസീ ബുദ്ധിയായിരുന്നു. ധാരാളം ദക്ഷിണയോടുകൂടി യജ്ഞം നടത്തണമെന്നാണ് രാജാവിന്റെ ആഗ്രഹം. ഒരു സാത്വിക ഭാവമായിരുന്നില്ല എന്ന് പറയുന്നു. തന്റെ അച്ഛനായ ഇക്ഷ്വാകു രാജാവിൽ നനുജ്ഞയും വാങ്ങി യജ്ഞം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ബൃഹസ്പതി, ഭൃഗു, വാമദേവൻ, ഋജീകൻ, വസിഷ്ഠൻ, ഗൗതമൻ, പുലഹൻ, പുലസ്ത്യൻ, ക്രതു തുടങ്ങിയ വേദത്തിന്റെ മറുകര കണ്ട യജ്ഞ വിദ്യാപ്രവീണന്മാരായ താപസശ്രേഷ്ഠന്മാരെ ക്ഷണിച്ചു വരുത്തി. യജ്ഞസംഭാരങ്ങളൊക്കെ ഒരുക്കി നിമിരാജാവ് തങ്ങളുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ പൂജിച്ച് നമസ്കരിച്ച് വിനയാന്വിതനായി പറഞ്ഞു, മഹർഷി, ഞാൻ 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങ് അത് നടത്തിച്ചു തരണം. ഒരു ലോഭവും ഉണ്ടാവാൻ പാടില്ല. ധാരാളം ദക്ഷിണയും എനിക്ക് എല്ലാവർക്കും നൽകണം. ജഗദമ്പെ ഏത് യജ്ഞം ചെയ്താണ് യജിക്കേണ്ടത്? ദേവീ പ്രീതിക്ക് വേണ്ടി ഞാൻ ആ യജ്ഞം വിധിപൂർവ്വം നടത്താം. അങ്ങ് ഞങ്ങളുടെ കുലഗുരുവും സർവജ്ഞനുമാണല്ലോ. അങ്ങ് ഈ യജ്ഞം ഭംഗിപൂർവ്വം നടത്തി തരണം എന്ന് പറഞ്ഞു. നിമി മഹാരാജാവ് വസിഷ്ഠമഹർഷിയോട് പറഞ്ഞു. നിമി രാജാവിന്റെ വാക്കുകൾ കേട്ട് വസിഷ്ഠൻ പറഞ്ഞു, രാജൻ, ദേവേന്ദ്രൻ എന്നെ ഒരു പരാശക്തിയാകാൻ ഞാൻ തീരുമാനിച്ച് എന്നെ ആചാര്യനായിട്ട് ഭരിച്ചിരിക്കുകയാണല്ലോ. 500 കൊല്ലം നീണ്ടു നിൽക്കുന്ന യാഗമാണത്. അത് സമർപ്പിച്ചതിന് ശേഷം അങ്ങയുടെ യജ്ഞം ആരംഭിക്കാം. അതല്ല നല്ലത്? അത് ഞാൻ നേരത്തെ ഏറ്റുപോയതാണ്. അതുകൊണ്ട് ഈ യജ്ഞം
നീട്ടിവെക്കണത് വരെ അങ്ങ് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിനൊരു തെറ്റൂലല്ലോ. കൂട്ടിയൊരു കാര്യമായിട്ടാൽ അതല്ല ആദ്യം ചെയ്യേണ്ടത്. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് നിമിരാജാവ് പറഞ്ഞു, യജ്ഞത്തിന് വേണ്ടി ഞാൻ അനവധി ഋഷീശ്വരന്മാരെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഞാൻ അത് നീട്ടിവെക്കണം. വേദജ്ഞനായ അങ്ങ് ഞങ്ങളുടെ കുലഗുരുവല്ലേ, എന്റെ കാര്യം ഉപേക്ഷിച്ചു പോകാൻ എന്താണ് കാരണം? ധനം മോഹിച്ച് എന്റെ യത്നം ഉപേക്ഷിച്ച് ദേവേന്ദ്രന്റെ യത്നം നടത്തുന്നത് ഉചിതമാണോ മഹർഷി എന്ന് ചോദിച്ചു. ഈ മഹർഷിമാർക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ ധനം? അതും എനിക്ക് മനസ്സിലായിട്ടില്ല. രാജാവ് തടുത്തിട്ടും വസിഷ്ഠൻ ഇന്ദ്രന്റെ യത്നം നടത്തി കൊടുക്കാൻ യാത്രയായി. മനസ്സില്ലാ മനസ്സോടെ നിമിരാജാവ് 5000 കൊല്ലത്തെ ദീക്ഷ എടുത്ത് ഗൗതമ മഹർഷി യജ്ഞാചാര്യനായി വരിച്ചു. തുഹിനാദ്രിയിൽ ഗംഗാനദിയുടെ തീരത്ത് യജ്ഞം ചെയ്ത് ധാരാളം ഗോക്കളെയും ധനത്തെയും മറ്റു വിഭവങ്ങളെയും ദക്ഷിണയായി ബ്രാഹ്മണർക്ക് നൽകുകയും ചെയ്തു. 500 വർഷം നീണ്ടു നിന്ന ഇന്ദ്രന്റെ യജ്ഞം കഴിഞ്ഞ് വസിഷ്ഠമുനി നിമിരാജാവിന്റെ യജ്ഞശാലയിലെത്തി. ആ സമയം രാജാവ് കൊട്ടാരത്തിൽ നിദ്രയിലായിരുന്നു. ഗാഠനിദ്രയിൽ പെട്ടുപോയ രാജാവിനെ ഭൃത്യന്മാർ ഉണർത്തിയതുമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് ഗുരുവിനെ കാണാൻ വന്നതുമില്ല. വസിഷ്ഠമുനി രാജാവ് തന്നെ അനാദരിച്ചു എന്ന് കരുതി കോപത്തോട് രാജാവിനെ ശപിച്ചു. കുലഗുരുവായ എന്നെ മാറ്റി നിർത്തി മറ്റൊരാചാര്യനെ വിളിച്ച് യജ്ഞം നടത്തി അങ്ങ് വിദേഹനായി പോകട്ടെ എന്ന്. വിദേഹം എന്ന് വെച്ചാൽ ദേഹം ഇല്ലാത്തവൻ. മുനിയുടെ ശാപവാക്കുകൾ കേട്ട് രാജാവിന്റെ ഭൃത്യന്മാർ നേരെ രാജാവിന്റെ സമീപം ചെന്ന് നടന്ന വൃത്താന്തങ്ങൾ അറിയിച്ചു. അതുവരെ അവർക്ക് വിളിക്കാൻ തോന്നിയില്ല. നിഷ്കപടനായ രാജാവ് വേഗം വന്ന് മുനിയോട് യുക്തിയുക്തമായും സൗമ്യമായും കാര്യങ്ങൾ വിവരിച്ചു. രാജാവ് പറയുകയാണ്, ഞാൻ യാഗം ചെയ്യിച്ചതിൽ ഇത്രയധികം ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു മഹർഷി? അങ്ങല്ലേ ധനം മോഹിച്ച് ഇന്ദ്രന്റെ യാഗം നടത്താൻ പോയത്? ഞാൻ എത്ര യാചിച്ചു അങ്ങയോട്, എന്നിട്ടും എന്റെ യാഗം നടത്തി തരാതെ പോയത് ധർമ്മമാണോ? ധർമ്മജ്ഞനായ അങ്ങ് ഇപ്രകാരം ചെയ്തതിൽ അങ്ങക്ക് ലജ്ജയില്ലേ? ബ്രഹ്മാവിന്റെ പുത്രനും വേദവിത്തുമായ അങ്ങ് നിത്യമായ വിപ്രധർമ്മം ഓർത്തില്ലല്ലോ. എന്നിട്ടും എന്നിൽ ദോഷം ആരോപിച്ച് ശപിക്കുകയാണ് ചെയ്തത്. ബ്രാഹ്മണന്മാർ കോപിച്ചാൽ ചണ്ടാളനേക്കാളും മോശക്കാരനാണ്. ഒരു കാര്യവുമില്ലാതെയാണ് അങ്ങനെ ശപിച്ച് വളരെയധികം ക്രോധമുള്ള അങ്ങയുടെ ദേഹവും വീണുപോകട്ടെ എന്ന് നിമിരാജാവ് വസിഷ്ഠനെ ശപിച്ചു. പോരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം. രണ്ടുപേരും തമ്മിൽ ശാപമേൽപ്പിച്ച കാരണം അവർ വളരെ ദുഃഖിതരുമായി. ആദ്യം ആലോചനയില്ലാതെ കാര്യങ്ങൾ ചെയ്തവര്. അങ്ങനെ വസിഷ്ഠൻ ചിന്താകുലനായി പത്മജനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം നിമിയുടെ ശാപത്തെപ്പറ്റി അച്ഛനോട് പറഞ്ഞു. പിതാവേ, നിമിരാജാവ് എന്റെ ദേഹം വീണുപോകാൻ ശപിച്ചിരിക്കുകയാണ്. ഇനി വേറെ ഒരു ദേഹം എടുക്കുമ്പോൾ എനിക്ക് അച്ഛനായി ആരാണ് വരിക? അടുത്ത ജന്മത്തിൽ എനിക്ക് ദേഹവും ജ്ഞാനവും ലഭിക്കണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വസിഷ്ഠൻ. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, മിത്രാവരണ തേജസ്സിൽ കടന്ന് അവിടെ വാഴുക. കാലമാകുമ്പോൾ അയോനിജനായി നീ പിന്നീട് പിറക്കും. നീ വേദവിത്തായും സർവജ്ഞനായും ഭവിക്കുകയും ചെയ്തു. ഇത് കേട്ട് വസിഷ്ഠൻ സന്തോഷവാനായി അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വരുണഗേഹത്തിലെത്തി. സ്വന്തം ദേഹം വിട്ട് സൂക്ഷ്മ ശരീരനായി മിത്രാവരുണന്മാരുടെ ദേഹത്തിൽ പ്രവേശിച്ചു. ഒരു ദിവസം ദേവസ്ത്രീരത്നമായ ഉർവശി സഖിമാരോടുകൂടി വരുണഗേഹത്തിലെത്തി. രൂപയൗവന സമ്പന്നമായ ഉർവശിയെ കണ്ട് കാമാർത്ഥനായ മിത്രാവരുണന്മാർ പറഞ്ഞു, ഹേ സുന്ദരി, നിന്റെ സൗന്ദര്യത്തിൽ ഇവർക്ക് തന്നെ പെണ്ണുങ്ങളെ കണ്ടാൽ കഞ്ഞടിച്ചു പോകും. അതാണ് ഇവരുടെയൊക്കെ ഒരു മഹാരോഗം. അതിന് ചികിത്സയില്ല എന്ന് തോന്നുന്നു. നിന്റെ സൗന്ദര്യത്തിൽ ഞങ്ങൾ ഭ്രമിച്ചിരിക്കുന്നുവല്ലോ. സ്മരാർത്ഥരായി ഞങ്ങളെ വരിച്ചാലും ഈ പത്തനത്തിൽ സുഖമായി വിഹരിക്കുക. അവരുടെ അപേക്ഷ പ്രകാരം ഉർവശി അവിടെ താമസാക്കി. പിന്നെ വേശ്യ സ്വർവേശിയല്ലേ, താമസാക്കി. ഒരു ദിവസം ദൈവനിശ്ചയം എന്നോണം മുടിയില്ലാത്തൊരു കുടത്തിൽ അവരുടെ വീര്യം പതിച്ച്, മൂടിയില്ലാത്ത അടപ്പില്ല അങ്ങനത്തെ ഒരു കുടത്തിൽ അവര് വീര്യം പതിച്ച് സുന്ദരന്മാരായ 2 കുമാരന്മാർ ജനിച്ചു. ഇപ്രകാരമാണ് മിത്രാവരുണന്മാരുടെ വീര്യത്തിൽ നിന്ന് അഗസ്ത്യമുനിയും വസിഷ്ഠനും ജനിച്ചത്. അതിനാലാണ് വസിഷ്ഠന് മൈത്രാവരുണി എന്ന പേര് ലഭിച്ചത്. അഗസ്ത്യമുനിക്ക് കൂടത്തിൽ നിന്നുണ്ടായത് കൊണ്ട് കുംഭസംഭവൻ എന്ന പേരും ഉണ്ടായി. അപ്പൊ അവരങ്ങനെ ഏട്ടനന്മാരാവുകയും ചെയ്തു. അഗസ്ത്യൻ ചെറുപ്പത്തിലെ തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയിരുന്നു. ഇക്ഷ്വാകു രാജാവ് കുലഗുരുവായി വസിഷ്ഠനെ വരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അങ്ങയുടെ വംശത്തിന്റെ ശ്രേയസ്സിനായി വസിഷ്ഠൻ വന്നു ചേർന്നത്. അപ്രകാരം മിത്രാവരുണന്മാർ പുത്രനായി വസിഷ്ഠന് ദേഹാന്തരപ്രാപ്തി വന്ന കഥ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. വസിഷ്ഠന്റെ ദേഹാന്തരപ്രാപ്തി എന്ന 14-ാം അധ്യായം നമ്മള് ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു.
നിമിയുടെ ദേഹാന്തര പ്രാപ്തി. അദ്ദേഹത്തിന് വേണമല്ലോ ഒരു ദേഹാന്തര പ്രാപ്തി. വസിഷ്ഠമുനിയുടെ ദേഹാന്തര പ്രാപ്തി അങ്ങ് പറഞ്ഞു തന്നു. ഇനി നിമി രാജാവിന്റെ കഥയും കൂടി പറഞ്ഞു തന്നാലും അദ്ദേഹം പിന്നീട് ദേഹം എടുത്തുവോ? വസിഷ്ഠമുനി ദേഹം എടുത്തതുപോലെ നിമി രാജാവ് പുതിയ ദേഹം സ്വീകരിക്കുകയുണ്ടായില്ല. യാഗത്തിൽ ഋത്തിക്കുകളായി വരിക്കപ്പെട്ട ബ്രാഹ്മണർ വസിഷ്ഠശാപത്തെ ഓർത്തു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഈ മഖം പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ ദീക്ഷ വരിച്ച ധാർമ്മികനായ നൃപോത്തമൻ ശാപഗ്രസ്തനായല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ഋത്തിക്കുകൾ ചിന്തിച്ചു. ദുഃഖിതരായ മുനിമാർ രാജാവിന്റെ നിശ്ചല ശരീരമെടുത്ത് ഒരു എണ്ണത്തോണിയിലാക്കി. ശരീരത്തിൽ ജീവനില്ലല്ലോ ഇപ്പം. അതാണ് പലതരത്തിലുള്ള ഔഷധവും മന്ത്രങ്ങളും കൊണ്ട് ജീവശ്വാസം അടങ്ങാതെ അവർ ആ ശരീരത്തെ കാത്ത് രക്ഷിച്ചു. അങ്ങനെ യാഗം തുടർന്നുകൊണ്ടേയിരുന്നു. യാഗാവസാനത്തിൽ ദേവകൾ അവിടെ എത്തിച്ചേർന്നു. വിപ്രന്മാർ അവരെ പ്രകീർത്തിച്ച് ഗാനമാലപിച്ചു. അത് കേട്ട് സന്തുഷ്ടരായ ദേവകൾ വിപ്രന്മാർ പറഞ്ഞതനുസരിച്ച് നിമിയോട് പറഞ്ഞു, ഹേ ഭൂപാ, ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു, ആവശ്യമായ വരം ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഉണ്ടോ അവരുടെ മനസ്സ്? ശാപമെല്ലാം കൊടുത്താലും അവർക്ക് മറ്റെല്ലാവരോട് അസൂയും കുശുമ്പൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവര് എണ്ണത്തോണിയിലെല്ലാം ഇട്ടിട്ട് കാത്ത് രക്ഷിച്ചില്ലേ അദ്ദേഹത്തിന്റെ ശരീരം. ഈ യജ്ഞം കൊണ്ട് നിന്റെ ആചാര്യൻ തൃപ്തനായിരിക്കുന്നു. നിന്റെ ആചാര്യനെ പോലെ നിനക്ക് നിർദേഹമോ ദേവദേഹമോ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. തീർച്ചയായും നിനക്ക് ശ്രേഷ്ഠ ജന്മം തന്നെ ലഭിക്കും. ഹരിദേവന്മാര് പറയുന്നു. നിമിയുടെ ആത്മാവ് സന്തോഷത്തോടെ പറഞ്ഞു, ഈ ദേഹം നശ്വരമാണ്, അതിൽ എനിക്കൊരു മോഹവുമില്ല. സർവ്വജീവജാലങ്ങളുടെയും കണ്ണുകളിൽ വായുവായി എനിക്ക് സ്ഥാനം കൽപ്പിച്ചു തന്നാൽ മതി. സുരന്മാർ ഇത് കേട്ടപ്പോൾ നിമിയുടെ ആത്മാവിനോട് പറഞ്ഞു, രാജൻ, സർവേശ്വരിയായ ദേവിയെ ആരാധിക്കൂ. യജ്ഞം കൊണ്ട് സന്തുഷ്ടയ ദേവി അങ്ങയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. അതാണ് ഇപ്പൊ നേത്ര നിമീലൻ എന്ന് പറയുന്നില്ലേ. നിമി നമ്മുടെ കണ്ണിന്റെ പുരുകത്തിന്റെ ഉണ്ടാകുന്ന കണ്ണ് അടക്കും തുറക്കും ചെയ്യുന്നത്. ദേവന്മാർക്ക് കണ്ണടക്കലും തുറക്കലും ഇല്ലല്ലോ, മിഴിഞ്ഞ് തന്നെ. ഉറങ്ങലും കൂടെ അങ്ങനെ തന്നെ എന്തോ അതറിയില്ല. അതാണ് നമുക്ക് കണ്ണ് അടക്കാനും തുറക്കാനും അവര് ഭാഗ്യം കിട്ടിയത്. പരാശക്തി മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനത്തെ അനുഗ്രഹിച്ചു തന്നാലും അമ്മേ, സർവ്വ ജീവജാലങ്ങളുടെ നേത്രങ്ങളിൽ എനിക്ക് സ്ഥാനം കൽപ്പിച്ചു തന്നാലും ദേവി പ്രീതിയോടുകൂടി പറഞ്ഞു. ദേവിക്ക് സന്തോഷായി. രാജൻ, പ്രാരബ്ധം തീരോളം അങ്ങക്ക് വിശുദ്ധ സ്ഥാനമുണ്ടാവും. എല്ലാവരുടെയും നേത്രങ്ങളിൽ അങ്ങക്ക് വാസസ്ഥാനം ഉണ്ടാവുകയും ചെയ്യും. വായു പോലെ നീ അവരുടെ നേത്രങ്ങളിൽ വാഴുകയാൽ പക്ഷിമൃഗാദികളും മനുഷ്യരും കണ്ണടക്കും. എന്നാൽ സുരന്മാർ കണ്ണടക്കുകയുമില്ല. നിമിക്ക് വരം നൽകി സുരന്മാരോടും പറഞ്ഞ് ദേവി അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഇതൊക്കെയാണ് ഈ ദേവന്മാരെ മനസ്സിലാക്കാനുള്ള ചില പ്രത്യേകത. അവർ കണ്ണു തുറന്നിട്ട് തന്നെ ഉണ്ടാവും. പാദം നിലത്ത് മുട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവർക്ക്. ദേവി അന്തർധാനം ചെയ്ത സമയത്ത് മുനിമാർ നിമിയെ എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത് മന്ത്രവത്തായ അരണി കൊണ്ട് വിശുദ്ധ മന്ത്രങ്ങൾ ജപിച്ച് കടഞ്ഞു. അരണി കടഞ്ഞപ്പോൾ നിമിയുടെ പ്രഭാവത്തിന് തുല്യമായ സർവലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരു മകനുണ്ടായി. മഥനം കൊണ്ടുണ്ടായതുകൊണ്ട് മിഥി എന്ന പേര് വന്നു. ജനകനിൽ നിന്നുണ്ടായതുകൊണ്ട് ജനകൻ എന്ന പേരും കിട്ടി. നിമി ദേഹമില്ലാത്തവനായതുകൊണ്ട് ആ കുലത്തിൽ ജനിച്ചവർ വിദേഹമന്നൻ എന്ന പേരിൽ കീർത്തിമാന്മാരായി. അങ്ങനെയാണ് ഈ വിദേഹന്മാരെന്ന് പേര് വന്നത്. ഇപ്രകാരം നിമിസുതൻ ജനകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ഗംഗാതീരത്ത് മനോഹരമായ ഒരു കൊട്ടാരം പണിതുയർത്തി. കോട്ട, കൊത്തളങ്ങൾ, ഉദ്യാനങ്ങൾ, പടിപ്പുര, വലിയ വലിയ അങ്ങാടികൾ തുടങ്ങിയവയോടുകൂടി ജനകന്റെ കൊട്ടാരവും രാജ്യവും കീർത്തി നേടുകയും ധനധാന്യ സമൃദ്ധമാവുകയും ചെയ്തു. ഈ വംശത്തിൽ പിറന്നവർ വിദേഹനെന്നും ജനകനെന്നും പേരിൽ വിഖ്യാതരായി. ശാപം കൊണ്ട് വിദേഹനായ നിമി രാജാവിന്റെ കഥ ഞാൻ അങ്ങക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നല്ലോ. ഭഗവൻ നിമിശാപത്തിന്റെ കാരണം അങ്ങ് പറഞ്ഞു തന്നു. അത് കേട്ടിട്ട് എന്റെ മനസ്സിൽ പല സംശയങ്ങളും തോന്നുന്നു. വസിഷ്ഠൻ നിമിരാജാവിന്റെ പുരോഹിതനും ബ്രാഹ്മണനുമാണ്, മാത്രമല്ല ബ്രഹ്മപുത്രനുമാണ്. എന്നിട്ടും ശാപഗ്രസ്തനായത് എന്തുകൊണ്ടാണ്? മുനിയാണ് അദ്ദേഹം, കുലഗുരുവാണെന്നോർത്ത് നിമിരാജാവ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല? കോപത്തോടുകൂടി തന്നെ യത്നം ചെയ്യുകയും ചെയ്തു. ധർമ്മത്തെപ്പറ്റി ശരിക്കും ബോധവാനായ ഇക്ഷ്വാകു ഭൂപാലൻ ക്രോധത്തിന് അടിമപ്പെട്ട് മുനീന്ദ്രനെ ശപിച്ചു എന്നാണോ? വിശേഷിച്ചും ജ്ഞാനമുള്ളവർ ക്ഷമിക്കുന്നതും വിരളമാണ്. അവർക്ക് കടമയും ദുർലഭമാണ്. സർവസംഘ പരിത്യാഗിയായവരും ജിതേന്ദ്രന്മാരായ യോഗികൾക്ക് പോലും ചിലപ്പോൾ കാമം, ക്രോധം, അഹങ്കാരം, ലോഭം തുടങ്ങിയ ഭാവങ്ങൾ
മനസ്സിൽ കയറിക്കൂടും. ഇവയെ മുഴുവൻ കീഴടക്കിയവർ ഈ സംസാരത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടുണ്ടാവുകയുമില്ല. അത് വിചാരിക്കണ്ട. ഈ ശത്രുക്കളെ ജയിച്ചവർ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ലോകങ്ങളിലും ഇല്ല തന്നെ. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ ഋഷീശ്വരന്മാരും ത്രിഗുണങ്ങളോട് കൂടിയവരാണ്. സാംഖ്യാചാര്യനായ കപില മഹർഷി പോലും ദൈവനിശ്ചയത്താൽ സകലപുത്രന്മാരെ ദഹിപ്പിച്ച് ചാമ്പലാക്കിയില്ലേ. അതാണ് കഥ. അഹങ്കാരത്തിൽ നിന്നുണ്ടായി 3 ലോകവും കാര്യകാരണ ബന്ധം കൊണ്ട് എങ്ങനെ മറിച്ചായി വരും എന്ന് ചോദിക്കാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഈ ത്രിഗുണങ്ങൾ ചേർന്നവരായതുകൊണ്ട് അവരുടെ ദേഹത്തിലും ഭിന്നഭാവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ എപ്രകാരം മനുഷ്യൻ സത്വഗുണം മാത്രമായി ഉണ്ടാകുമെന്ന് ഈ 3 ഗുണങ്ങളുടെയും ചേർച്ച തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. ചില സമയത്ത് സത്വഗുണം കൂടിയിരിക്കും, മറ്റു ചില സമയത്ത് രാജസ ഗുണവും, ചില സമയത്ത് താമസ ഗുണവും. ഗുണങ്ങൾ ഒരേ മാതിരി ആരിലും കാണുന്നില്ല. ഈ പറഞ്ഞ നമ്മൾക്കും അങ്ങനെ ചില ഭാവങ്ങള്, ആ ഗുണങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറി മാറി വരുന്നത്. നല്ലൊരു സ്വഭാവമുള്ള ആളായിരുന്നു, അപ്പൊ ഇപ്പൊ എന്താ ഇങ്ങനെയെന്ന് ചിലവർ ചോദിക്കുന്നില്ലേ. അപ്പൊ ഈ താമസഭാവം അല്ലെങ്കിൽ രാജസ്വഭാവം കൂടിയ സമയത്താണ് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നതെന്ന് പറയുന്നു. ആർക്കും അളക്കാനോ കാണാനോ സാധിക്കാത്തവനാണ് പരമ്പുമൻ. ആ പരമാത്മാവ് മാത്രം നിർഗുണൻ, നിത്യൻ, നിരാമൻ, അല്പജ്ഞന്മാർക്ക് അറിയാൻ സാധിക്കാത്തവളും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമി വർത്തിക്കുന്നവളുമായ ആ പരാശക്തിയും നിർഗുണയുമാണ്. ആ പരാശക്തിയും പരമാത്മാവും രണ്ടല്ല, ഒന്നാണെന്ന് മനസ്സിലാക്കിയ അവർക്ക് സർവദോഷത്തിൽ നിന്ന് വിമുക്തി നേടാം. ചന്ദ്രനിൽ നിന്ന് ചന്ദ്രികയെയും ഭന്നിയിൽ നിന്ന് ദാഹകതയെയും ശക്തിമാനിൽ നിന്ന് ശക്തിയെയും മാറ്റി നിർത്താൻ പറ്റാത്തതുപോലെ പരമാത്മാവിൽ നിന്ന് പരാശക്തിയെയും മാറ്റി നിർത്താനാവില്ല. ഈ ജ്ഞാനം കൈവരിച്ചവന് മാത്രമേ ത്രിഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കും. ജ്ഞാനവും 2 തരമുണ്ട്. ഒന്ന് ശാബ്ദിക, വേദശാസ്ത്രങ്ങളെ പറ്റി ചിന്തിക്കുന്ന ബുദ്ധിമാന് ആ അറിവുണ്ടാകും. ആ ജ്ഞാനം തന്നെ ബുദ്ധിമാന്മാരിൽ പല സംശയങ്ങളും ഉണ്ടാക്കുന്നു. ചിലർ കുതർക്കങ്ങൾ കൊണ്ട് ചില പ്രമാണങ്ങളെയും ഉദ്ധരിച്ച് ശരിയാണെന്ന് വാദിക്കും. ചിലർ യുക്തിവാദം ചെയ്ത് സംശയങ്ങൾ പരിഹരിക്കും. തർക്കം കൊണ്ട് സംശയം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധിനാശവും ബുദ്ധിനാശത്താൽ ജ്ഞാനനാശവും ഉണ്ടാകുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് പറയുന്നത് പോലെ ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തേത് സ്വാനുഭവത്താൽ ഉണ്ടാകുന്ന ജ്ഞാനം, അത് ദുർലഭമാണ്. ഈ ജ്ഞാനം സ്വാനുഭവമുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ശബ്ദജ്ഞാനത്തിൽ നിന്ന് കാര്യസിദ്ധി ഉണ്ടാവുകയില്ല. ദീപം ദീപം എന്ന് പറഞ്ഞതുകൊണ്ട് ഇരുട്ട് നീങ്ങുമോ? ഇല്ലല്ലോ, ഇല്ല. ദീപം കത്തിക്കുക തന്നെ വേണ്ടേ? അതുപോലെ മനസ്സിന്റെ അന്ധകാരം നീങ്ങുവാൻ അനുഭവത്തിന്റെ ജ്ഞാനപ്രകാശം തന്നെ വേണം. മോക്ഷം ലഭിക്കുവാനുള്ള എളുപ്പവഴി വിദ്യയാണ്. ബന്ധം സംഭവിക്കാതെ ഏത് കർമ്മവും നല്ലത് തന്നെ. മറ്റ് കർമ്മങ്ങൾ വെറും വ്യായാമം മാത്രമാകും. വിദ്യയുടെ പരിണത ഫലമാണ് സൗശീല്യം, സന്തോഷം, പരോപകാരം, മര്യാദ, വിനയം, ക്ഷമ തുടങ്ങിയവ. തപസ്സും യോഗാഭ്യാസവും വിദ്യയും കൊണ്ട് മാത്രമേ കാമാദി ശത്രുക്കളെ ജയിക്കാനാവൂ. പ്രകൃത്യാ ചഞ്ചലയായ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. ത്രിഗുണങ്ങളോട് ചേർന്ന വിശ്വം അതിന് അധീനമാണ്. മനസ്സിൽ നിന്നാണ് കാമക്രോധങ്ങൾ ഉടലെടുക്കുന്നത്. ഒക്കെ മനസ്സിന്റെ കളിയാണെന്ന് പറയുന്നു. ഈ ദേഷ്യവും സന്തോഷമൊക്കെ വരണമെങ്കിൽ നമുക്ക് മനസ്സിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. മനോജയം ഉണ്ടായ പിന്നെ കാമാദി വികാരങ്ങൾ ഉടലെടുക്കുകയില്ല. പണ്ട് ശുക്രൻ യയാതിയെ ശപിച്ചു. എന്നാൽ യയാതി തിരിച്ച് ശപിച്ചില്ലല്ലോ, ഇല്ല. ജരാനരകൾ ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. ഇവിടെ നിമി രാജാവ് വസിഷ്ഠനോട് ക്ഷമ കാണിച്ചില്ല. സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ട് ചിലർ സൗമ്യരാകുന്നു, ചിലർ ക്രൂരരാകുന്നു. പണ്ട് ഹൈഹേന്മാർ ധനമോഹത്താൽ പുരോഹിതരായ ഭാർഗവ ബ്രാഹ്മണരെ ബ്രഹ്മഹത്യാപാപത്തെ വകവെക്കാതെ നശിപ്പിച്ചു. അങ്ങനെയും ഒരു കഥയുണ്ട്. അങ്ങനെ നിമിചരിതം എന്ന 15-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനിയിപ്പോ നാളെ രാജാവ് വീണ്ടും ചോദ്യം തുടങ്ങും. ഇത് ഇപ്പൊ ഇവിടുന്ന് തൊട്ട് വെച്ചു കൊടുത്തില്ലേ, ഹൈഹേന്മാർ ധനമോഹത്താൽ പുരോഹിതരായ ഭാർഗവ ബ്രാഹ്മണരെ ബ്രഹ്മഹത്യാപാപത്തെ വകവെക്കാതെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ഇനിയിപ്പോ അത് കേൾക്കേണ്ടി വരും. അദ്ദേഹം നാളെ പറഞ്ഞു കൊടുക്കട്ടെ, നമുക്ക് കേൾക്കാം. ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.